വസിയത്തിലൂടെ നമുക്ക് അല്ലാഹു തആല സ്വതക്കക്കുള്ള വലിയൊരു തൗഫീഖാ തരുന്നത്. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തസദ്ദഖ അലൈക്കും ഇൻദ വഫാത്തിക്കും ബിസുലുസി അംവാലിക്കും സിയാദത്തൻ ലക്കും ഫീ അഅമാലിക്കും. അല്ലാഹു നമുക്ക് നമ്മുടെ മരണവേളയിൽ സ്വതക്ക ചെയ്യാനുള്ള ഒരു അവസരമാണ് വസിയത്തിലൂടെ തരുന്നത്. ബിസുലുസി അംവാലിക്കും, വസിയത്ത് ചെയ്യാൻ 1/3 പാടില്ല. 1/1 മാക്സിമം എന്ത് ചെയ്യാൻ പാടുള്ളൂ? വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളിൽ വർധനവായിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വഫാത്താകുന്ന വേളയിൽ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ രോഗം കാണാൻ വേണ്ടി ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരുപാട് സ്വത്തുണ്ട്, എനിക്കാണെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ആരും കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ സ്വത്തിൽ നിന്ന് 2/3 ഭാഗവും വസിയത്ത് ചെയ്യാൻ വിചാരിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, പാടില്ല, അങ്ങനെ പാടില്ല. എന്നാ പകുതി ചെയ്തോട്ടെ. റസൂൽ പറഞ്ഞു, പകുതിയും വസിയത്ത് ചെയ്ത്. എന്നാ പിന്നെ 1/1 ആയിക്കോട്ടെ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അസ്സുലുസു കസീർ, അതന്നെ അധികം, അത് മതി, എവിടെ നിർത്തിക്കോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ അനന്തരാവകാശികളെ നിന്റെ കാലശേഷം അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാലോകരുടെ മുമ്പിൽ കൈനീട്ടുന്നവരവസ്ഥയിലാക്കി നീ അവരെ വിട്ടേക്കുന്നതിന് പകരം അവരുടെ കാലിൽ നിൽക്കുവാനുള്ള ഒരു ധന്യത നീ അവർക്ക് നൽകി നീ മരിക്കലാണ് നിനക്കുത്തമം. ഒരു വാക്കാണ് സ്വതക്ക കൊടുക്കല്ല, അവനാൻ്റെ മക്കൾ തെണ്ടുന്ന അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാം എന്തു പറഞ്ഞു? 1/3 മാത്രമേ എന്ത് ചെയ്യാവൂ? മാക്സിമം വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ.